ഇതാണോ വീടാ? ഇതന്നെയാ. അവന്റെ സുനന്ദ അമ്മിനി ഉറങ്ങിയില്ല. അതാരാ? പശുക്കള. നിങ്ങളൊന്നും മിണ്ടാ വരുന്നുണ്ടോ? സുഖം 12:30 മൂത്രം ഒഴിക്കാറുണ്ട്. 12:45 നാളെ ഞാൻ കുടുങ്ങിപ്പോയി. നമുക്ക് ഫ്രണ്ടിൽ കൂടെ പോയാലും അവിടെ ഒരു നായിട്ട് പട്ടിണ്ട് കടിച്ചു പറിക്കും. നാളെ ഞാൻ തുണിയില്ലാണ്ട് ഓടി. പുതിയ എൻട്രി ആണോ? നേരത്തെ ഇല്ലായിരുന്നു. അടുക്കളേന്റെ വാതിൽ ഞാൻ തുറന്നിടാൻ പറഞ്ഞിട്ടുണ്ട്. അല്ല, തുറന്നിട്ടു. ആ അത് ശരിയാ. അതുവഴി വലതുവശത്ത് കാണുന്ന ആ തട്ടാൻ സുഖിന്റെ പണിസ്ഥലം, അവിടെ സൈനൈഡ് കാണും. ഈ സ്ഥലമൊക്കെ എങ്ങനെ അറിയാം? ഞാനിവിടെ പാല് വാങ്ങാൻ വരുന്നതല്ലേ രാത്രിയിൽ. എനിക്ക് അങ്ങനെ ശീലമുണ്ട്. ഞാൻ പണ്ട് പെയിന്റ് അടിക്കാൻ വന്നിട്ടുണ്ട്. ഇവിടെ കണ്ട പെയിന്റ് മുഴുവൻ പോയി. വീണ്ടും അടിക്കണം. പെയിന്റ് പകലങ്ങനെ വരുന്ന മാമനെ ചിലപ്പം വഴിയേറ്റാണ്. അല്ലെ മാമന്റെ അമ്മായപ്പേ ഉമ്മൂന്റെ അച്ഛനെ വിളിക്കാൻ പാടോ കണ്ട തുറന്നിട്ട് എന്നെ ഭയങ്കര കാര്യം. സുശീലേച്ചിയെ ഞാനാ സൈജുവാ. ഇയാളും പെയിന്റ് അടിക്കാൻ വന്നാണ് അമ്മാവാ. അയ്യോ ഇതാരാ? കള്ളൻ. ചേട്ടാ സൂക്ഷിക്കണേ. അങ്ങോട്ട് വഴിയുണ്ടാന്ന് വിചാരിച്ച്. ഭാഗ്യം കണ്ടില്ല. സതീഷ സാർ, ഇവന്മാരൊക്കെ ഒന്ന് തപ്പ്. ഓക്കെ സാർ. ഇങ്ങോട്ട് നിങ്ങളുടെ ട്രൗസർ മാത്രമേ അടിച്ചാക്കാം. സാറേ, ആ, ഇതാണ് മറ്റേ പുള്ളി. തപ്പ് തപ്പ് കേട്ട് നല്ല ശരീരം. ഇല്ലടേ. സാർ, ആ, അവളെ കാണാൻ പോയവരുടെ ലിസ്റ്റ് ആയിരിക്കും സാർ. പ്രേമലേഖന. പ്രേമലേഖന. പ്രേമലേഖനോ? തട്ടാസൂന്റെ ഭാര്യയ്ക്ക? അല്ല, ഇവൻ അവന്റെ കാമുകിക്ക് എഴുതിയ. ഇവിടെ നോക്കട്ടെ സാറേ, ഇത് അറബിയിലാണല്ലോ. അറബി നോക്കട്ടെ സാർ. ഇതൊക്കെ വെപ്പം പഠിച്ച് അറബിയിൽ പ്രേമലേഖനം എഴുതാൻ നിന്റെ കാമു എന്താടാ? ദുബായ് ഷേഖിന്റെ മോളാ. എന്റെ ഹാൻഡ് റൈറ്റിംഗ്. എന്നാ പിന്നെ അവൾക്ക് മനസ്സിലാകത്തില്ല. സാറ് ചുട്ടിക്കുട്ടി കളഞ്ഞേക്ക്. അല്ലേ സാർ? നിനക്ക് വേണം. എം.എ. മലയാളമായിട്ട് എനിക്കിത് വായിച്ചിട്ട് മനസ്സിലാവുന്നില്ലല്ലോടാ സതീഷ. എന്റെ സാറേ, ഓ. കത്തല്ലല്ലോ ഇവിടുത്തെ വിഷയം. ആ. അവനെന്തിന് തട്ടാൻ സുഖുന്റെ വീട്ടിൽ കയറിയെന്ന് ചോദിച്ചു നോക്ക്. നമുക്കറിയാലോ തട്ടാസുഖിന്റെ വീട്ടിൽ ഇവര് പോണ എന്തിനാണെന്ന്. എന്തോ ഇടയിൽ അല്ലെങ്കിൽ തട്ടാസുഖൻ എപ്പോഴും പരാതിയാ. രാത്രി ആരോ അവന്റെ വീട്ടിൽ മോട്ടിക്കാൻ കയറണം. ഇതാദ്യം പറഞ്ഞാൽ മതി. ഞങ്ങൾ പോട്ടെ. നാടകടാ കണ്ടാണ്ട് വീട്ടിൽ കയറി പോകാൻ രാത്രി ഇന്നലെ പോയത്. അയ്യേ, ഞങ്ങൾ സാർ ഉദ്ദേശിച്ച കാര്യത്തിനല്ല പോയത്. പിന്നെന്താടാ അയ്യപ്പൻ വിളക്ക് കാണാനാ? അല്ല, ഞങ്ങള് കുറച്ച് സൈനൈഡ് എടുക്കാൻ വേണ്ടി പോയത്. സൈനൈഡ് മനസ്സിലായില്ല? സതീശ, സാർ. ഇവനെ നീ കൂട്ട്. ഓക്കെ സാർ. മോനെ, പോവാം. പോയിട്ടോട്ടെ. ഞാൻ അതൊന്ന് പറഞ്ഞു എല്ലാം മനസ്സിലായി. ഒരുമിച്ച് കളിക്കാൻ ക്രിക്കറ്റും ഹോക്കിയും ഫുട്ബോളും എല്ലാം ഈ കളിക്കാം. സൈനൈഡ് എന്ന് പറഞ്ഞു ഇന്നലെ രാത്രി ആരാ ഓടിയ വീട്ടിൽ നിന്ന്? ഓടിയോ? ആരാ? അമ്മാനെ എന്തിനാ കൊണ്ടുപോയപ്പം? ഉമ്മ വെക്കാനായിരിക്കും. ഒന്ന് പോടാ. ഉമ്മയോ? ഛേ, ഹായ്. സിബിട്രാ സോറി, അമ്മാവന്റെ. മോളിലെ ദേ ഇത്. ഇതെല്ലാം കണ്ടു കാണുക. ഏയ്, അയ്യോ സാറേ, വയറ് കാരണം കുനിയാൻ പറ്റൂല. ചെരിഞ്ഞാ മതി. ശരിയാ, നീ എന്തോടാ ആനയാ? സാറേ, ഇവന്മാരെ എങ്ങനെയെങ്കിലും ഒന്ന് അകത്താക്കണം. ഇത് ഒരു പ്രാവശ്യമല്ല, പല പ്രാവശ്യമായി. സാറിന് എത്ര രൂപ വേണം? ഞാൻ തരും. പണം പലിശക്കെടുത്തെങ്കിലും ഞാൻ തരും. മനസമാധാനത്തോടൊന്നും ഉറങ്ങാൻ പറ്റുന്നില്ല. അപ്പൊ അതാണ് കാര്യം. ഏതോ കൂതറ ചാപ്ലാച്ച് പെണ്ണിനെ കുട്ടിയാണ് നീ ഇതൊക്കെ കാട്ടിക്കൂട്ടിയതല്ലേ? അല്ല സാർ, ആ, അവൾ അങ്ങനത്തെ ഒരു പെണ്ണല്ല സാറേ. സോറി ശരത്, എനിക്ക് നിങ്ങളെ വീട്ടിൽ അറിയിച്ചേ പറ്റൂ. സാർ, ഉം. എനിക്കൊരു അവസരം തന്നൂടെ സാറേ? എന്തിന്? ആദ്യമായിട്ട് സ്നേഹിച്ചൊരു പെൺകുട്ടി സാറിനും ഇല്ലേ സാറേ? ഇല്ലേ സാറേ? ഉണ്ട്. അന്ന് തോന്നിയൊരു ഫീലിംഗേ. ഓർമ്മിപ്പിക്കല്ലേടാ. അവളുടെ കല്യാണം നടക്കുന്നതിന് മുമ്പ് ഞാൻ ചത്തോടെ സാർ. എന്റെ ശവം കണ്ടിട്ട് വേണം അവൾ കതിർ മണ്ഡപത്തിൽ കയറാൻ. എടാ, അതിന് കതിർ മണ്ഡപത്തിൽ വെച്ച് തന്നെ കല്യാണം നടക്കുന്ന എനിക്ക് ഉറപ്പുണ്ടോ?
അങ്ങനെയാണെന്ന് വെച്ചാൽ തന്നെ നമ്മൾ എങ്ങനെ അവിടെ പോയി ചത്ത് കിടക്കും? ഇതിപ്പോ അങ്ങനെ ചെയ്താൽ തന്നെ ദാ ശവം കണ്ട ഒരു കല്യാണം മാറ്റി വെച്ചാലാ? ഓ ആകെ കൺഫ്യൂഷൻ ആയി. സാർ എന്തൊക്കെയാ പറയുന്നേ? പോലീസ് അടിച്ചു വെച്ചാണോ ആത്മഹത്യ പ്ലാൻ ചെയ്യാനുള്ളത്? ഞാനല്ലല്ലോ, സാറല്ലേ. ഓ പുല്ല് ചില നേരത്ത് ഞാൻ ഇങ്ങനെയാ. ഞാൻ ഒരു നിമിഷം എന്റെ ജീവിതത്തെ കുറിച്ച് ആലോചിച്ചു പോയി. നീ ക്ഷമി. സാറേ, സ്വന്തം കാമുകിക്ക് വേണ്ടി ജീവൻ കൊടുക്കാൻ പറ്റാത്ത സാറിന് എന്നെ ഒന്നും സഹായിക്കാൻ കഴിയില്ലേ സാർ? കഴിയില്ലേ സാർ? കഴിയും. ശരി സാർ. മോനെ ശരത്തെ, ഓ അടുത്ത റെയിൽവേ സ്റ്റേഷനിൽ കയറി കിടന്നാലേ ഒടുക്കം ഞാൻ തന്നെ തൂത്ത് കൂട്ടേണ്ടി വരും. അതാ നോക്കാം സാർ. പൊക്കളാൻ പറഞ്ഞു. ദൂരെ വൃത്തിയിപ്പി. സാറേ സാർ ഇത് എന്ത് പണിയാ കാണിച്ചത്? അനുഭവം. ഡാ കല്യാണം കഴിക്കുന്നതും അതിനു മുമ്പിൽ ആത്മഹത്യ ചെയ്യുന്നതും തമ്മിൽ ടെക്നിക്കിന് വലിയ വ്യത്യാസമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ട് പാവം പയ്യനടാ, അവനെങ്കിലും പോയി രക്ഷപ്പെടട്ടെ. നീ ചെല്ലേ, അവനെ പറഞ്ഞോടെ. സ്വാമി ശരണം. സുശീലേച്ചേ, പരിപാടിന്റെ ഇടയിൽ തടസ്സം നേരിട്ട് എനിക്ക് ഭയങ്കര ഖേദമുണ്ട്. ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം. ഓട്ടെ ഭർത്താവേ. പിന്നെ കാണാം. ഒന്ന് പോടെ. അതെ, ഫയൽ ചെയ്തിട്ട് നമുക്ക് പോവാം. ഓ സുഗുവിന്റെ വീട്ടിലേ നിന്നെയൊക്കെ പറഞ്ഞാൽ മതിയല്ലോ. അല്ലെങ്കിൽ ആരേലും സൈനയുടെ അന്വേഷിച്ച് സുഗുവിന്റെ വീട്ടിൽ പോകും. വല്ല വെടിമരുന്നാണെന്ന് പറഞ്ഞ ആൾക്കാർ വിശ്വസിച്ചാണ്. നീ ഓവറായിട്ട് ഡയലോഗ് ഒന്നും അടിക്കണ്ട. വണ്ടി ഒന്ന് ശരിയാക്കിത്താ. ഉന്തി നടുവൊടിഞ്ഞ്. അപ്പൊ സ്റ്റാർട്ടിങ് ട്രബിളായിരുന്നാ? അപ്പൊ ഞാൻ എഞ്ചിൻ മുഴുവൻ അഴിച്ച് നശിപ്പിച്ചോളൂ ഞാനല്ലോ. വർക്കിച്ചേട്ടാ ഒന്നും കൊന്നേ. ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് തന്നാ മതി. ദേ വർക്കിച്ചേട്ടൻ നല്ല സ്പെഷ്യലിസ്റ്റാ. സൂപ്പറായിട്ട് സ്റ്റാർട്ട് ചെയ്തു. എനിക്കൊരു കല്യാണത്തിന് പോകാനുള്ളതിന്റെ ഇറക്കിന്റെ ഇടയിലാണ് വണ്ടി. ആ എന്നല്ല ഞാൻ ആലോചിക്കേണ്ടത്. കണ്ടില്ലോ കുറച്ച് ദിവസം എവിടെ ഇരുന്നാവും. ഇതെടുത്ത് ചെവിട്ടിൽ വെച്ച് കഴിഞ്ഞാൽ ഇവന്റെ തെറി വെക്കാണ്ടിരിക്കാം. ഞാൻ പോണേ. ഇന്നും താൻ പണിയാമെന്നല്ലേ? തന്നെ പോലെ മനസാക്ഷിയില്ലാത്തവരുത്തന്നെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. താ ഇങ്ങോട്ട് വരണോ ഞാൻ അങ്ങോട്ട് ഇറങ്ങണോ? ഞാൻ തന്നെ വിളിക്കാൻ വന്നതാ, കാണാൻ പോയെ. താൻ വരുന്നോ ഇല്ലയോ? അല്ലെങ്കിൽ താൻ പറയണ്ടോ? തന്നെ ഇവിടെ ആർക്കാണല്ലോ. താൻ ഗതി പിടിക്കില്ലടോ, ഗതി പിടിക്കില്ല. താൻ മരണ്ടടോ. വന്നാ തനിക്ക് ശാപം കിട്ടും. പെറുക്കി ഞാൻ പോയിക്കോളാം. ഞാൻ മതി, താൻ മരണ്ട. ചേട്ടാ, ആരാ? എന്താ കാര്യം? എനിക്കൊരു മോളെ ഉണ്ടായിരുന്നു. അവളെ കെട്ടണമെന്ന് പറഞ്ഞ് പുറകെ നടന്നവനാ. അന്യ സമുദായക്കാരനായതുകൊണ്ട് ഞാൻ സമ്മതിച്ചില്ല. സ്വന്തം സമുദായത്തിൽ നിന്ന് ഒരുത്തൻ അവളെ കെട്ടിച്ചു കൊടുത്തു. കെട്ടിയതിൻ്റെ 3-ാം മാസം ആ ദുഷ്ടൻ അതിനെ ചവിട്ടിക്കൊന്നു. എൻ്റെ മോളെ ഓർമ്മ ദിവസമായിരുന്നു. ചേട്ടൻ പോണില്ലേ? ഞാൻ എൻ്റെ മോളെ മുഖത്ത് എങ്ങനെ നോക്കും? ശരത്, പോലീസ് സ്റ്റേഷനിൽ കയറിയതൊക്കെ ഞാൻ അറിഞ്ഞു. ആ അമ്മാവിന്റെ അടുത്തുള്ള കൂട്ടുകെട്ട് അത്ര നല്ലതല്ല കേട്ടോ. അല്ല വേണ്ട, ശരത്ത് കൂടിയുണ്ട്. അല്ല ശരത്തുണ്ട്. ഇല്ല, കുഴപ്പമില്ല, വേണ്ട. വേണ്ട, ഞാൻ വാങ്ങിച്ചോളാം. വേണ്ട, വെച്ചോളൂ. ഷർത്ത് കയറുന്നില്ലേ? ഓ പുള്ളി നമ്മൾ ഒറ്റയ്ക്ക് വിട്ടതാ.
നീ എന്താ വിചാരിച്ച്? നീ ഇല്ലാതെ ഞങ്ങളിൽ ഒത്തി ജീവിച്ചിരിക്കുന്നു. റെയിൽവേയിലെ ഗോപി പറഞ്ഞപ്പോൾ ഞങ്ങൾ വിശ്വസിച്ചില്ല. ആരെന്ത് ദ്രോഹം ചെയ്തിട്ടാടാ നീ കടുങ്കൈ ചെയ്യാൻ പുറപ്പെട്ടത്? ഷാരി, അവൾ മറ്റൊരാളുടെ ആവുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല അമ്മ. ശാരിയോ? എന്തുവേട്ടാ? അങ്ങനെ ഒരു ആഗ്രഹം നിനക്കുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ നടത്തി തരുമായിരുന്നല്ലോ.